പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത്. നമ്മൾ ഇന്ന് ഇഷായോഗിയിലേക്ക് പോകണ്ട, കോയമ്പത്തൂരുള്ള. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് എങ്ങനെ ഇഷായോഗിയിലേക്ക് പോകാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുന്നത്. അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെയാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. അവിടെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ വരുന്നത് ഇവിടെയാണ് കേട്ടോ. നേരത്തെ സ്റ്റേഷനകത്ത് ആ സൈഡിലായിട്ട് വരുന്നത് കയറിപ്പോകുന്ന വഴിയായിരുന്നു. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ഈ അടുത്ത് കുറച്ച് മാസം കൊണ്ട് LSP എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 9 മണിക്കാണ് പുറപ്പെടുക. സമയം ഇപ്പോൾ 7:45. നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. നമുക്ക് അവിടെ കയറിയിട്ടാണ് ഏത് പ്ലാറ്റ്ഫോമാണെന്ന് നോക്കാനാണ്. ഇതാണ് എൻട്രൻസ് ടു പ്ലാറ്റ്ഫോം. നല്ല തിരക്കട്ടോ. രാവിലെ എറണാകുളം വരാണ്ട് അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി 9:05 പുറപ്പെടുന്നത്. ടൈം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നേരത്തെ 9 മണിയെന്ന് പറഞ്ഞാൽ. ഇവിടെ എറണാകുളം എക്സ്പ്രസ് ഇപ്പോൾ വരും. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ആൾക്കാർ ഇറങ്ങും, അടുത്ത സെറ്റ് ആൾക്കാർ ഇവിടെ നിന്നും കയറും. വന്ന വണ്ടി എന്തായാലും ഹൗസ്ഫുള്ളായിരിക്കും. എറണാകുളം നിന്ന് ഓൺ ടൈമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെറ്റ് ആൾക്കാർ ഇറങ്ങും, അടുത്ത സെറ്റ് ആൾക്കാർ എറണാകുളം നിന്ന് കയറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്യാത്തത് നമ്മൾ ഷോപ്പിയുടെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ. ഓക്കെ, പ്രത്യേകിച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. കാരണം ആ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്ത് അപ്പോൾ തന്നെ ഏത് പ്ലാറ്റ്ഫോം വെച്ചാൽ അവിടെ നോക്കി പോകാമല്ലോ. അതാ പ്ലാറ്റ്ഫോം 2 ഇതാ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയുടെ റേക്ക് വന്നിരിക്കുകയാണ്. കോച്ചൊക്കെ വെട്ടി തിളങ്ങുന്നുണ്ട്. നോക്കി പുത്തൻ LSP കോച്ചുകളാണ്. ഈ എന്തല്ലേ, നമുക്ക് ഇതിനും കോച്ചിൽ പോയി കയറാം. ഇതൊക്കെ റിസർവേഷൻ കോച്ചാണ് വരുന്നതൊക്കെ. ഏറ്റവും മുന്നിലുള്ള അൺറിസർവ്ഡിൽ കയറാം. ഇത് 2025 മെയ്ഡ് കോച്ചാണ് കേട്ടോ. ഇവിടുത്തെ ഈ എറണാകുളം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോമിൽ പ്രശ്നം എന്താ അറിയും, ഹൈറ്റ് കുറവാണ്. കണ്ടില്ലേ, നിങ്ങളെ കണ്ടു നോക്കിയാൽ ഹൈറ്റ് കുറവാണ്. പ്ലാറ്റ്ഫോം 1 മാത്രമേ ഹൈറ്റ് കൂടുതലുള്ളൂ. ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും ഹൈറ്റ് കുറവാണ്. അതൊന്ന് ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം പ്രായ ആൾക്കാരൊക്കെ എങ്ങനെ ട്രെയിനിൽ കയറും? ട്രെയിൻ വന്ന് നിർത്തി കയറിയപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഇതാണ് അതിൻ്റെ AC ചേർക്കാറുണ്ട് നമ്മൾ കാണുന്നത്. ഈ പ്ലാറ്റ്ഫോം 3 കിടക്കുന്നത് ഇന്ന് രാവിലെ ഇവിടെ വന്ന മംഗളയുടെ റേക്കൊണ്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഹൈറ്റ് ഭയങ്കര പ്രശ്നമുണ്ട് അവിടുത്തെ. ഓക്കെ, ഹൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് മെയിൻ ബോർഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. ലോക്കോന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഉണ്ടല്ലേ, എറണാകുളം KSR ബാംഗ്ലൂർ. നമ്മൾ പോകുന്ന ട്രെയിൻ നമ്പർ 163-78 തിരിച്ച് 163-77. അപ്പോൾ ആ പോകുന്ന ലോക്കമായിരിക്കും മിക്കവാറും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ. WAP സാധനങ്ങൾ പോകുന്നുണ്ട്. അതായിരിക്കും മിക്കവാറും. നമ്മുടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് 9:05 എടുത്തിട്ട് രാത്രി 9 മണിക്ക് എത്തുന്ന ഒരു വണ്ടിയാണത്. ബാംഗ്ലൂരൊക്കെ പോകാൻ പറ്റിയ ഡേ ടൈമിന് പോകാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് കേട്ടോ. അത് നമ്മൾ പാലക്കാട്, കോയമ്പത്തൂർ, റോഡ്, സേലം, മറ്റേ കൃഷ്ണഗിരി വഴിയാണ്, ധർമ്മപുരി വഴിയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ അത് അടിപൊളി വണ്ടിയാണ്. റിസർവേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതിൽ പോകുന്നതായിരിക്കും ബെസ്റ്റ്. പക്ഷേ ഒരു ദിവസം പോക്കാണ്, അത് വേറെ കാര്യം. കാരണം 12 hours ജേർണിയാണ്. ഡേ ടൈം ഓടുന്ന വണ്ടിയാണല്ലോ. സെക്കൻഡ് സീറ്റിംഗ് ആണ് കൂടുതലും. 11 സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്, 3 AC ചെയർക്കാർ, 4 ജനറൽ. അത്രയാണ് വണ്ടിയുടെ കോച്ച് കോമ്പസിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാലോ, ഡേ ടൈമിന് വേണ്ടി ഒരു അടിപൊളി വണ്ടിയാണത്. അപ്പോൾ ബാംഗ്ലൂർക്കൊക്കെ ടിക്കറ്റ് കിട്ടിയിരിക്കും. ഒരു ദിവസം മെനക്കെടാണ്, വേറെ 12 മണിക്കൂർ ജേർണി ഉണ്ട്. രാത്രി 9 മണിക്ക് വണ്ടി ബാംഗ്ലൂർ എത്തും. അപ്പോൾ റിസർവേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി ബെസ്റ്റ് ഓപ്ഷനാണ് എറണാകുളത്ത് നിന്ന്. പിന്നെ ഇപ്പോൾ ഞാൻ പോകുന്ന കോയമ്പത്തൂർക്കാണ്, ബാംഗ്ലൂരിൽ പോകുന്നില്ല. കോയമ്പത്തൂർ, സേലം ഭാഗത്തേക്ക് പോകുന്നെങ്കിൽ അടിപൊളി വണ്ടിയാണത്. ഡേ ടൈമിൽ പോകാൻ പറ്റും. നൈറ്റ് കൊണ്ട് വെച്ചിട്ട് നൈറ്റിന് ടിക്കറ്റ് കിട്ടിയത് കാര്യം പറയാം. ഡേ ടൈമിൽ പോകാൻ പറ്റിയ ഒരു നല്ല കിടിലം വണ്ടിയാണ് എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി. നമ്മുടെ കോഴ്സിനകത്തേക്ക് ഞാൻ നേരത്തെ ബാക്ക് വെച്ച് സീറ്റ് പിടിച്ചിരുന്നു.
അപ്പോൾ നമുക്ക് എമർജൻസി സീറ്റാണ് ഉണ്ടാവില്ല. എമർജൻസി സീറ്റിന് വേണ്ടിയുള്ള സീറ്റ് നമ്മൾ പിടിച്ചത്. ബാഗ് കൂടി ഇരിപ്പുണ്ട്. വണ്ടിയിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം ആൾക്കാർ സിറ്റിങ്ങേ ഉള്ളൂ. എന്നാലും സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ലോക്കോ തന്നെ കേട്ടോ, അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലോക്കോ WP7. അത് 39385 വിജയവാഡ ഷെഡിൻ്റെ ലോക്കോ ആണത്. 39385. അപ്പോൾ ലോക്കോ ഒക്കെ അറ്റാച്ച് ചെയ്ത് പുറപ്പെടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വണ്ടി പുറപ്പെടാൻ കൃത്യം 2 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ഇവിടുന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കറക്റ്റ് ടൈമിന് തന്നെ വണ്ടി ഇവിടെ നിർത്തും. 9:05 തന്നെ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം ഡീസൽ ലോക്കോ സ്റ്റേഡാണ് കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്. വിജയവാഡ ഒരു WP7 വരുന്നത്. നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റാണ് ഈ പോകുന്നത്. ഇവിടെ ട്രാക്കിൽ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ട്രെയിൻ പയ്യാണ് പോകുന്നത്. എറണാകുളം ടൗൺ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഇതൊക്കെ വണ്ടി വരാനുണ്ട്, അതിൻ്റെ തിരക്കാണ് കാണുന്നത്. എന്തൊരു ആളെ നോക്കിയേ പ്ലാറ്റ്ഫോം 2-ൽ ഭയങ്കര തിരക്കാട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. കളമശ്ശേരി സ്റ്റേഷനാണിത്. നല്ല സ്പീഡിലാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ മറ്റേ ഫ്രൈറ്റ് കിടപ്പുണ്ട്, ഫ്രൈറ്റ് അല്ല മറ്റേ വാഗൺ കിടപ്പുണ്ട്, ബോക്സ് ആൻഡ് വാഗൺ കിടപ്പുണ്ട്. അടുത്ത സ്റ്റോപ്പ് ആലുവയാണ്. അതിപ്പോൾ ഒരു 5 മിനിറ്റിന് എത്തും. അങ്ങനെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ആദ്യ സ്റ്റോപ്പ് ആലുവയിൽ എത്തിയിരിക്കുകയാണ്. ആലുവയിൽ പ്ലാറ്റ്ഫോം 3-ലാണ് കയറുന്ന വണ്ടി, ആലുവ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇവിടുന്ന് വണ്ടി ഏകദേശം ഫുള്ളാവും. പക്ഷേ അവിടെ നല്ല ആളുണ്ട് കയറാനായിട്ട്, വണ്ടിക്കകത്ത് തിരക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല തിരക്കാണ് ഇവിടെ. ഈ ആണുമിക്കവാറും മുഴുവൻ നമ്മുടെ വണ്ടി കയറാനുള്ളതായിരിക്കും, ഇത്രയും തിരക്കുണ്ട് ഇവിടെ. അപ്പുറത്തേക്കൂടെ ഒരു വണ്ടി നല്ല മിന്നിച്ച് ഹോണടിച്ച് വരുന്നുണ്ട്. അത് നമ്മുടെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയാണത്. നമ്മൾ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ. അതുകൊണ്ട് ഇതിൽ കത്തിച്ചടിച്ച് ആരും സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ 3 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ആലുവയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ് വരുന്നത്. നല്ല എന്താ പറയുക, സ്പീഡിൽ പൊക്കോളും. ആലുവ പുഴയാണ് ഈ കാണുന്നത്, അഥവാ പെരിയാർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എന്താ പറയുക, നല്ല വിഷയമാണത്. നമ്മളങ്ങനെ ചൊവ്വര സ്റ്റേഷൻ നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്താണ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റും സ്പോട്ട് ചെയ്യും, ട്രെയിനും സ്പോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. അങ്ങനെ പ്രത്യേക റെയിൽവേ സ്റ്റേഷനുണ്ട്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം, അവിടെ ഏതൊക്കെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഭാവിയിലൂടെ നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വരാൻ പോവുകയാണ്. അതിൻ്റെ അപ്രൂവലൊക്കെ റെയിൽവേ മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നന്നായി വരട്ടെ, വികസനം വരട്ടെ. സോളർ പാനലാണ് ഭാഗം മൊത്തം. നമ്മളങ്ങനെ അങ്കമാലി പയ്യെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അവിടെ ട്രാക്കിൽ വർക്കൊക്കെ കിടക്കുന്നുണ്ട്, അപ്പോൾ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ പയ്യാണ് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്നത്.
പുതുക്കാട് സ്റ്റേഷൻ അത്യാവശ്യം നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ. എന്താ അല്ലേ, അപ്പോൾ നമ്മൾ തൃശ്ശൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് എടുക്കും അങ്ങോട്ട് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 2-ലേക്കാണ് വണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇപ്പോൾ വന്ദേ ഭാരത് വരാനുണ്ട്. അതിൻ്റെ തിരക്കാണ് അവിടെ കാണുന്നത്. നല്ല തിരക്കുണ്ട് അതിൽ കയറാനായിട്ട്. കേരളത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ തൃശ്ശൂർ. ഇവിടെ എല്ലാ വണ്ടിക്കും സ്റ്റോപ്പുണ്ട് എക്സെപ്റ്റ് ദുരന്തമൊക്കെ ഇവിടെ സ്റ്റോപ്പില്ല. അത് എറണാകുളം വിട്ടപ്പോൾ കോഴിക്കോട് സ്റ്റോപ്പുള്ളൂ വണ്ടി. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഞാൻ പറഞ്ഞില്ല വന്ദേ ഭാരതിൽ കയറാനായിട്ട്. അതിപ്പോൾ മുള്ളൂർക്കരയൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാനുള്ള തിരക്കാണത്. എപ്പോഴും ഫുള്ളായിരിക്കും. ടിക്കറ്റ് കിട്ടാനൊക്കെ പാടാണ് വണ്ടിയിൽ. അപ്പോൾ കണ്ടില്ലേ തൃശ്ശൂർ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:40 ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്ന പാലക്കാടാണ്. അതിൻ്റെ ഇടയ്ക്കൊന്നും സ്റ്റോപ്പില്ല. നമ്മളിപ്പോൾ മുളങ്കുന്നത്താവ് കഴിഞ്ഞിട്ടോ വന്ദേ ഭാരത് ഇപ്പോൾ ഇതിനിടെ കടന്നു പോവേ. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ മറ്റേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അല്ല, ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോലുള്ള റീൽസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു അമ്പലം ഉണ്ടത്, ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. നല്ല സീനിക്കായിട്ടുള്ളൊരു സ്ഥലമാണത്. കാരണം ഇവിടുന്ന് ഇഷ്ടംപോലെ ട്രെയിൻ സ്പോട്ടിങ് വീഡിയോസൊക്കെ ഇഷ്ടംപോലെ റീൽസിലും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അതിൻ്റെ പുറകിൽ മലനിരകളിലെ ഭംഗിയാണ് എടുത്ത് കാണിക്കുന്നത്. നമ്മൾ ട്രെയിനിങ്ങനെ പയ്യായിട്ട് പോകുന്നത്. നമ്മൾ പാകമല ഗാർഡ് സ്റ്റേഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഗാർഡ് സ്റ്റേഷനാണ്. ചെറിയ കയറ്റത്തൊക്കെയാണ് ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. നമ്മളിപ്പോൾ വള്ളത്തോൾ നഗർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമുക്ക് കേരള കലാമണ്ഡലം മുടങ്ങി ഇവിടെ ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ട്രെയിനിൽ പോകാത്ത കലാമണ്ഡലം കാണാം. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ആ കാണുന്നതാണ് കേരള കലാമണ്ഡലം. അപ്പോൾ നമുക്ക് വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ കേരള കലാമണ്ഡലത്തിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് പാലക്കാട് ഡിവിഷനിലേക്ക് ഇത് പ്രവേശിച്ചിരിക്കുകയാണ്. ഭാരതപ്പുഴ. അപ്പോൾ ഇവിടെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴയിൽ പുതിയ പാലത്തിൻ്റെ അവിടെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിൻ അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട്. നേരത്തെ പയ്യായിരുന്നു ഇതിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട്. അതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി ഇങ്ങോട്ടേക്ക്. ഭാരതപ്പുഴ ഭയങ്കര എന്താ പറയുക, ചില സ്ഥലത്തിന് ഉണങ്ങി വരണ്ട ഇവിടെ കാണാം. ചില നല്ല വെള്ളമായിരിക്കും. എന്തിനും ഓർമ്മനാണ് കുഴപ്പമില്ല. പക്ഷേ ഈ ഭാഗത്തൊക്കെ വെള്ളമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞാട്ടോ പോകുന്നത് പാലക്കാട് ഭാഗത്തേക്ക്. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഷൊർണൂർ മംഗലാപുരം ലൈൻ വരുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ തനത് ഭംഗിയായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ.
ഒറ്റപ്പാലം സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു ഗുഡ്സിൻ്റെ വൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക, സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഈ ഗുഡ്സ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഗുഡ്സിനെ ഇവിടെ നമ്മൾ ഒതുക്കി ഗുഡ്സോടെ ഒതുക്കിയിട്ട് നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്തതിന് മുന്നോട്ടേക്ക് പോവാണ്. നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ വീടുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. സ്ഥലത്ത് ഗ്രാമീണ ഭംഗി നല്ല കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ ഒരു നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. KSR ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരതാണത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് പോകുന്ന ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയും KSR ബാംഗ്ലൂർ വന്ദേ ഭാരതോടെ ലക്കിടി സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്, ക്രോസിങ് നടത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു വന്ദേ ഭാരത് കണ്ടിരുന്നത് മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരതാണ് ആലപ്പുഴ വഴിയുള്ളത്. ഇത് KSR ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരതാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടി ഒരു 15 മിനിറ്റ് ലേറ്റാണ്. വണ്ടി 11:37 തന്നെ വണ്ടി 11:52 എത്തിയത്. ഒലവക്കോടാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ്. അപ്പോൾ ഏതൊക്കെയോ വണ്ടി വരാണ്ട് തിരക്കണമൊക്കെ കാണാം. ഏതൊക്കെയോ വണ്ടി വരാണ്ട് അതിൽ കയറാനുള്ള ആൾക്കാരാണ് മുഴുവൻ നിൽക്കുന്നത്. ഒരു വണ്ടി വരുന്നുണ്ട് WP7 ലോക്കമായിട്ട്. ഇതേതാ വണ്ടി? അതോടെ ചെന്നൈ മംഗലാപുരം വണ്ടിയാണ് കേട്ടോ. അതൊരു ഡേ ടൈമിൽ വിടുന്ന വണ്ടിയാണ്. അതിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ പാലക്കാട് നിന്ന് വണ്ടി പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങേണ്ടത് കോയമ്പത്തൂർ ജംഗ്ഷൻ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പാലക്കാട് കോയമ്പത്തൂർ സെക്ഷൻ്റെ കാഴ്ചകളാണ്. അത് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല സീനിക്കായിട്ടുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കാണുന്ന വഴി പോകുന്ന IIT പാലക്കാടാണ്. IIT പാലക്കാട് പോകണമെങ്കിൽ ആ റോഡ് പോയാൽ മതി. അതിൻ്റെ പുറകിൽ ഇവിടെ മലനിരകളുണ്ടോ, പശ്ചിമഘട്ടത്തിൻ്റെ ഒരു നല്ലൊരു ഭംഗി കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന വ്യൂ നോക്കിയേ. മൺസൂണിലാണ് റൂട്ട് ഒന്നുകൂടെ അടിപൊളി കേട്ടോ. എന്നാലും വരണ്ട് കിടക്കണം എന്ന് വെച്ചാൽ നല്ല സീനിക്കായിട്ടുള്ള വ്യൂ ഉണ്ട്. പക്ഷേ മൺസൂണിൽ റൂട്ട് അടിപൊളിയാണ് കേട്ടോ കാഴ്ചകൾ. ബിൽഡിങ് പണിയുന്നുണ്ട്. ബിൽഡിങ്ങിന് പുറകിലെ മലനിരകളുടെ ആ ഫ്രെയിം നിങ്ങൾ കണ്ടോ, അടിപൊളിയല്ലേ. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ പാലക്കാട് കഞ്ഞിക്കോട് വാളയാർ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് റെയിലോട്ടൊക്കെ. അപ്പോൾ ആന അടിക്കുന്ന സംഭവങ്ങളൊക്കെ, ട്രെയിൻ അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ തടയാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഒരു പരിധി വരെ അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നാലും ആന ഇടയ്ക്ക് ക്രോസ് ചെയ്യുന്ന അടിക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ അവസാന റെയിൽവേ സ്റ്റേഷനായ വാളയാർ നമ്മളിത് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം അപ്പുറത്താണ്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഗുഡ്സ് കിടപ്പുണ്ട്. അപ്പുറത്ത് വേറെ ട്രാക്കൊക്കെ ഉണ്ടല്ലോ. അന്നേരം അപ്പുറത്ത് വെച്ച് നമുക്ക് കാണാം. അതാണ് വാളയാർ സ്റ്റേഷൻ. നമ്മൾ സ്കിപ്പ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ തമിഴ്നാട്ടിൽ കയറും. എന്താ കാണുന്ന പാലമാണ് ബോർഡർ. അപ്പോൾ നമ്മളത് ബോർഡർ ക്രോസ് ചെയ്ത് നമ്മളിത് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ കയറിയപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ തെങ്ങുകൾ ഇഷ്ടം പോലെ കാണാം. ഓക്കെ,
ആ തമിഴ്നാടിൻ്റെ ഒരു തനത് ശൈലി നമുക്ക് ഇവിടുന്ന് നമുക്ക് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. എന്താല്ലേ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ തെങ്ങുതോപ്പുകളുണ്ട്. അതുപോലെ അവിടെ നെൽപ്പാടങ്ങളും അവിടെ അങ്ങോട്ടൊക്കെ ആ മലനിരകളുടെ കാഴ്ചകളെല്ലാം അങ്ങനെ പച്ചപ്പാണെങ്കിലും സീനിക്കായിട്ടുള്ള വ്യൂ ആണ്. നമ്മളങ്ങനെ പോതഞ്ഞൂർ ജംഗ്ഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ സ്റ്റോപ്പൊന്നുമില്ല വണ്ടിക്ക്. നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 കിലോമീറ്ററാണ് പോകേണ്ടത് സ്റ്റേഷനിലോട്ട് കേട്ടോ. സമയം ഇപ്പോൾ 12:58 വണ്ടി ഒരു 11 മിനിറ്റ് ലേറ്റ് ആയിട്ടോ. ഇപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് നമ്മളിത് എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ ജംഗ്ഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്. ഇവിടെ നിന്ന് മിക്കവാറും വണ്ടി ഫുള്ളാകട്ടെ. ഇത്ര നേരം വണ്ടിയിൽ തിരക്കോ കാര്യങ്ങളൊന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വണ്ടി മിക്കവാറും ഇവിടെ നിന്ന് ഫുള്ളാകും. കാരണം ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ഈ സമയത്ത് നല്ല കംഫർട്ടബിൾ വണ്ടിയാണ്. ഞാൻ പറയില്ല, ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ഇപ്പോൾ കയറി കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തും. അതുകൊണ്ട് ഇവിടെ നിന്ന് മിക്കവാറും നല്ല തിരക്കായിരിക്കും. ഇവിടെ നിന്ന് മാത്രമല്ല, തിരുപ്പൂർ ഈ റോഡ് ചേർന്ന് പോകുന്നതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടിയിൽ കയറും. ഇപ്പോൾ ഒരു സെറ്റ് ആൾക്കാരോട് ഇറങ്ങി അടുത്ത സെറ്റ് ആൾക്കാരോടൊന്ന് കയറുകയും ചെയ്യും. കാരണം കോയമ്പത്തൂരിൽ നിന്ന് കയറി കഴിയുമ്പോൾ നല്ല ടൈമിംഗ് വണ്ടിയുടെ. ഈ വണ്ടിക്ക് പാൻട്രി കാറൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി പഴയൊരു കോച്ചാണ് പാൻട്രി കാറായിട്ട് കൊടുത്തിരിക്കുന്നത്. വണ്ടി ഒരു 12 മിനിറ്റ് ഡിലേ ആയിരുന്നു. 1 മണിക്കൂർ എത്തി. റെയിൽവേ സ്റ്റേഷന് വെളിയിറങ്ങണം, ഫുഡ് കഴിക്കണം. അത് ബസ് വിളിച്ച് നമുക്ക് ഇഷാവിലേക്ക് പോകേണ്ടത്. ആദ്യം സെയിമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. സ്റ്റേഷന് വെളിയിലോട്ട് ഫുഡ് കഴിക്കാം. ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഓർക്കുന്നത് ഏത് ബസ്സിനാണ് പോകേണ്ടതെന്ന് നോക്കാം. ഇവിടുന്ന് കുറച്ച് ബസ്സിന് 36 കിലോമീറ്റർ പോകാനുണ്ട് ആദ്യയോഗിയിലേക്ക്. അങ്ങനെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി കോയമ്പത്തൂർ ജംഗ്ഷൻ വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 12 മിനിറ്റ് ഡിലേ ആയിരുന്നു. പക്ഷെ അത് ബാംഗ്ലൂർ എത്താത്ത വണ്ടി കറക്റ്റ് ഓൺ ടൈം ആവും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ FOP അല്ല കേട്ടോ, അണ്ടർപാസ്സാണ്. അണ്ടർപാസ് വഴി നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെയാണ് പോകേണ്ടത്. താഴത്തേക്കൂടെ ഇറങ്ങിയാണ്ടോ പോകേണ്ടത്. പകുതി കിടക്കുന്ന വണ്ടി തന്നെ നമ്മുടെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആണത്. 1:50 ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് പോകട്ടെ. ഇനി നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങിട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റീം എഞ്ചിൻ റിസർവ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഏതൊക്കെ വണ്ടി വരാനുണ്ടെന്ന് തോന്നും. നല്ല പഴക്കമുണ്ട് പക്ഷെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റീം എഞ്ചിൻ. എങ്ങനെ പഴക്കോട്ടൊക്കെ ചോദിച്ചാൽ പണ്ടത്തെ സ്റ്റീം എഞ്ചിൻ അല്ലേ. കോയമ്പത്തൂർ ജംഗ്ഷൻ അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേഷന് വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര തിരക്കാണ് അവിടെ. എപ്പോഴും ബിസി ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബേക്കറിയാണ്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ബസ് കയറണം കേട്ടോ. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തേക്ക് പോകാൻ നമ്മൾ ബസ് പിടിച്ച് 10 രൂപ ടിക്കറ്റ്. അപ്പോൾ പെട്ടെന്ന് കേട്ടോ അവിടെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ബസ്സുണ്ട്. നമ്മളിപ്പോൾ ഗാന്ധിപുരത്ത് നമുക്ക് 40 ബസ്സിൽ കേട്ടോ ഇഷാവിലേക്ക് പോകണ്ടേ. ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഇവിടുന്ന് 5 മിനിറ്റ് ഗ്യാപ്പിൽ ഇഷാവിലേക്ക് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബസ്സിൽ ചാടിക്കയറി. ഫസ്റ്റ് കയറി നമ്മളാണ് ബസ്സിനകത്ത്. അപ്പോൾ ആ കിടക്കുന്ന ബസ് ഇഷാവിലേക്ക് പോകുന്നത് 40. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സും ഉണ്ട് ഇവിടെ. അതൊക്കെ ഇത് വേറെ റൂട്ട് പോകുന്ന ബസ്സാണ്. പ്രൈവറ്റ് ബസ്സൊന്നും ഇഷാവിലേക്ക് പോവില്ല. TNCTC ബസ് മാത്രമേ പോകത്തുള്ളൂ. ഇതാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നോക്കണം. നമ്മുടെ കേരള വണ്ടികളൊക്കെ വരുന്ന ഇവിടെയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് തമിഴ്നാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് വരുന്ന വണ്ടിയൊക്കെ ഇവിടെ വരുന്നത്. ഇപ്പോൾ ബസ് ഫുള്ളായി. നേരത്തെ ആളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബസ്സിന് നല്ല തിരക്കായി. വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. സമയം 2:30 ആയിട്ടോ. ഇപ്പം നമ്മുടെ ബസ് വരുന്നത് സെല്ലോപുരം, വീരക്കലയും അങ്ങനെ ഒരു റൂട്ടാണ് പോകുന്നത്. മറ്റ് വേറൊരു റൂട്ട് കൂടെ ഉണ്ട്, സുന്തപാളയം, ബോവലക്കട്ടി അങ്ങനെ ഒരു റൂട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ 2 റൂട്ടിൽ കൂടെ ബസ് പോകുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ കോയമ്പത്തൂർ ബൈപ്പാസ് ഫ്ലൈ ഓവറിനോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് ആയത് 50 രൂപയാണ് കോയമ്പത്തൂർ നിഷാവിക്ക് വരെ. നമ്മൾ പോകുന്ന റൂട്ട് ഇച്ചിരി കറങ്ങി പോകുന്ന റൂട്ടാണ്. മറ്റേ റൂട്ടാണ് ഇത്തിരി ഷോർട്ടസ്റ്റ്. അവിടെ 39 രൂപ ചാർജ്, ഇവിടെ 50 രൂപയാണ് ചാർജ് കിട്ടുക. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ പോകുന്നത് നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഔട്ടറിലുള്ള സെല്ലോരം കുറച്ചുകൂടെ കഴിയുമ്പോൾ എത്തും. ഒരു കിലോമീറ്റർ കഴിഞ്ഞ് സെല്ലോരമായി. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക്. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര ഒരു എന്താ പറയുക ചൂടുള്ള അന്തരീക്ഷമാണ്, ഭയങ്കര വെയിലടിക്കുന്നു. നമ്മളിങ്ങനെ ബോയിലക്കെട്ടിയെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം നിഷായോഗിയിലേക്ക് പോകാനായിട്ട്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ ഇതാണ് നിഷായോഗിയുടെ ഒരു പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കവാടത്തിൻ്റെ അകത്തേക്ക് ബസ് പോകട്ടോ. കവാടം ക്രോസ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ നിഷായോഗിയിലേക്ക് പ്രവേശിച്ചിരിക്കാനാണ്. ഈ റൈറ്റ് സൈഡിലാണ് പാർക്കിംഗ് വരുന്നത്, ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ദൂരത്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക നല്ല തിരക്കാണ് അവിടെ. പക്കറോ നമ്മൾ ചെക്കിങ്ങൊക്കെ ചെയ്ത് ബസ് ചെക്കിങ് ചെയ്യണം അവിടെ പ്രത്യേകം. അപ്പോൾ ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ കാണില്ല, നല്ല തിരക്കാണ് അവിടെ. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ. നമുക്ക് ദൂരത്തൊക്കെ ആദ്യമൊക്കെ സ്റ്റാച്ചു ഒക്കെ കാണാം. കാരണം ബസ് ഇങ്ങനെ വളഞ്ഞ് ആണ് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നുണ്ട്, ഗാന്ധി വരുമ്പോഴത്തേക്ക് പോകുന്ന ബസ്സാണത്. ബസ് നിർത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ആൾക്കാർ ഇവിടെ അകത്തേക്ക് ഇടിച്ച് കയറി. കാരണം ബസ് ഒന്നിനും നിറഞ്ഞ് ഫുള്ളാവുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടെ ആൾക്കാരുണ്ട് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ സ്റ്റാച്യൂലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അവിടെ ബോർഡ് ഭയങ്കര പാടുപെട്ട ബസ്സിലൊന്നും ഇറങ്ങിയ എന്താ ഭയങ്കര ഇതായിരുന്നു, തിരക്കായിരുന്നു. തിരിച്ച് ഗാന്ധിപുരത്തേക്ക് പോകുന്ന ബസ്സല്ലേ, അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക സ്റ്റാച്യൂരിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. കുറച്ച് പോകാനുണ്ട്, നമുക്ക് നടന്നിട്ട് തന്നെ പോവാം. പക്ഷെ നല്ല തിരക്കാട്ടോ അവിടെ. ഇവിടെ നല്ല തിരക്കാണ്. വന്ന വഴിക്കത്ത് ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കണം. നമുക്ക് അങ്ങോട്ടേക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബഗ്ഗിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 10 രൂപ എടുത്ത് ഞങ്ങൾക്ക് ബഗ്ഗിക്കാറിനകത്തേക്ക് നടക്കുമെന്നുണ്ട്. അത് പ്രായക്കാർക്കൊക്കെ അങ്ങനെയാണ്, പക്ഷെ നമുക്ക് നടന്നിട്ട് പോകുന്നത് നല്ലത്. ഇവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ എന്തെങ്കിലും ഹെവി ആയിട്ടൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ എത്താറുണ്ട്, ഒരു ഏകദേശം 150 മീറ്ററോളം പോകാനുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്, ഈവൻറ്റ്സ് അറ്റ് ആദിയോഗി എന്നും പറഞ്ഞ്. ഇവിടെ ഒരു കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാച്യൂവിൻ്റെ ബാക്കിലാണല്ലോ. ബാക്കിലെടുത്ത് വ്യൂ രക്ഷയില്ല കേട്ടോ, മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അതാണ് സൈഡിൽ നിന്നുള്ള, നമ്മൾ തൊട്ടടുത്താണ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറുന്ന നമുക്ക് ചെരുപ്പിടാൻ പറ്റത്തില്ല. ചെരുപ്പിടലും നമുക്ക് ഊരിട്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് തിരക്കാൻ നോക്കി അതിൻ്റെ മേളിൽ ഫോട്ടോ എടുപ്പും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള സൈഡിൽ നിന്നുള്ള വ്യൂ ഒരു പെർസ്പെക്റ്റീവ്, ഭയങ്കര ഒരു പെർസ്പെക്റ്റീവാണത്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് പല ഭാഷകളും നമുക്കിവിടെ കാണാം. മലയാളികളുണ്ട് ഇവിടെ. ഇതാണ് ആദ്യമൊക്കെ സ്റ്റാച്യു. ഭയങ്കര ഭംഗി അത് കാണാനായിട്ട്. അതിൻ്റെ ഭംഗിയും പിന്നെ അതിൻ്റെ ഒരു പവറും ഭയങ്കര തന്നെ. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് വളരെ സുന്ദരമായ ഒരു എന്താ പറയുക ശില്പമാണ് ആദിയോഗി. ഭയങ്കര മനോഹരമായ കാഴ്ചകളും മനോഹരമായ ആചാരങ്ങളും ഇവിടെ ഉള്ളത്. തൊട്ട് ബാക്കിലുണ്ടല്ലോ എന്താ അടിപൊളി കേട്ടോ. നമ്മൾ നേരിട്ട് വന്നത് കാണണം, ഒരു രക്ഷയില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ബാക്ക് കണ്ടില്ലേ, കട്ടല് പോലെ ജനമുള്ള അത്രയും തിരക്ക്. എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരെന്നറിയാം. ഇന്ത്യയുടെ പല ഭാഗത്ത്, ഇന്ത്യയുടെ പുറത്തുനിന്നുള്ളവരും വരുന്നുണ്ട് കാണാനായിട്ട്.
എന്താ പറയുക ഭയങ്കര ഒരു അത്ഭുതമാണ്. വന്ന് ഒരു എന്താ പറയുക മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഞാൻ പറയാം. അത്ര ഒന്ന് എല്ലാവരും കാണേണ്ട ഒരു സംഭവം കേട്ടോ അത്. ബാക്കി കാഴ്ചകൾ കുറച്ചുകൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം കേട്ടോ. റൗണ്ട് അടിച്ച് മീൻസ് നമുക്കൊന്ന് വലം വെച്ചിട്ട് വരാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടെ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെയാണ് ആൾക്കാരുള്ളത് കൂടുതലും. ഈ ഭാഗത്ത് മലയാളികൾ കുറവാട്ടോ. അതായത് താഴത്ത് ഇഷ്ടംപോലെ മലയാളികളെ കണ്ടിരുന്നു. അപ്പോൾ എന്താ പറയുക, ബാക്കിൽ കണ്ടില്ല, ബാക്കിൽ ഇവിടെ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ തന്നെയാണ്. എത്ര തിരക്കാണ് ഇവിടെ. ബാക്കിൽ ശൂലങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നിന്നുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്, നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ ഉണ്ട്. ഇത് പണിതവരോട് സമ്മതിക്കണം കേട്ടോ. ഈഷ ഫൗണ്ടേഷൻ സമ്മതിച്ചാൽ മതിയാവുള്ളൂ. ഇതൊരു നിർമ്മിതി പണിതയുടെ എന്താ പറയുക എത്ര മനോഹരമാക്കിയും ഒരു അട്രാക്ഷൻ പോലെ, അങ്ങനെ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ. ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ല അത്, എന്നാലും ഇഷ്ടമുള്ള ആൾക്കാർ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ലൈറ്റ് ഷോ ഉണ്ട്. ലൈറ്റ് ഷോ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഉണ്ടല്ലേ ബാക്കിൽ ഇഷ്ടംപോലെ ശൂലങ്ങളൊക്കെ അതിനെ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഇതിൻ്റെ പരിസരത്തൊക്കെ തന്നെ നമ്മൾ കറങ്ങി അടിച്ച് നടക്കണം. ലൈറ്റ് ഷോ നമ്മൾ കാണാൻ മസ്റ്റായിട്ട് നമ്മൾ ലൈറ്റ് ഷോ കാണും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച ഉണ്ടോ, ആ ഒരു ഫ്രെയിം ഉണ്ടതുണ്ട്, ഭയങ്കര മനോഹരമായിട്ടുള്ള ഫ്രെയിമല്ലേ. ഈശായോഗി അഥവാ ആദിയോഗി സ്റ്റാച്ചുവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് 112 ഫീറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് 24 ഫെബ്രുവരി 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഇനോഗ്രേഷൻ നടത്തിയത്. അപ്പോൾ ഇത് ആദിയോഗി മീൻസ് ആ ഒരു ശിവൻ്റെ ഒരു എന്താ പറയുക യോഗയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ചൊരു ശില്പമാണത്. ഭയങ്കര പണിപ്പെട്ടാണത് പണിത്, കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ് ഭയങ്കരമാണ്. നമുക്ക് ഓരോ ഇഞ്ചിനും മനസ്സിലാവും, അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നൊക്കെ മനസ്സിലാവും അതിൻ്റെ ഡീറ്റെയിലിങ് എന്താണെന്നുള്ളത്. ഒരു ഭയങ്കര അത്ഭുതമാണിത്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും ആൾക്കാർ ആദിയോഗിയിലേക്ക് എന്താ പറയുക സന്ദർശിക്കുന്നുണ്ട്. വന്ന് കുറച്ച് പേര് ലൈറ്റ് ഷോ തുടങ്ങും. അത് കറക്റ്റായിട്ട് ടൈം പറഞ്ഞില്ല, കുറച്ചിപ്പോൾ തുടങ്ങുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ലൈറ്റ് ഷോ കാണാം. അത് ഇത്രയും എന്താ പറയുക ഞാൻ പ്രതീക്ഷിച്ചേക്കാളും മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ലൈറ്റ് ഷോ ഉണ്ട്, അപ്പോൾ അതുകൂടെ കാണാം. ഞാൻ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും. സൈഡിൽ തന്നെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശിവരാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നും അതിൻ്റെ ഒരു 100 ഇരട്ടി തിരക്കായിരിക്കും ശിവരാത്രി ടൈമിലൂടെ ഉണ്ടാവുക. ഇവിടെ തൊട്ട് ബാക്കിലുണ്ട്. നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഷോ 7 മണിക്കാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം 5 മണി ആവുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് തന്നെ വരാം. അപ്പോഴത്തേക്കും ലൈറ്റ് ഷോയുടെ സമയമാവും. അപ്പം 3/4 മണിക്കൂറിനുള്ളിൽ ലൈറ്റ് ഷോയുടെ ടൈമാവും. അപ്പോൾ ആൾക്കാരെല്ലാം ഫുഡ് കഴിക്കാനുള്ള ധൃതിയിൽ അങ്ങോട്ടൊക്കെയാണ് ഒഴുക്ക് മുഴുവൻ. പലതും കിട്ടിയാൽ വെറുതെ കഴിക്കാനായിട്ട്. ഞാൻ എന്തെങ്കിലും കഴിക്കാതെ ലൈറ്റായിട്ട്, പക്ഷേ ലൈറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഒരു സോഡ അടിച്ചിട്ട് ഞാനവിടെ പോകുന്നു. പിന്നെ ഹെവിയായിട്ട് അധികം കഴിക്കുന്നില്ല. ഹെവിയായിട്ട് കഴിച്ചാൽ അത്ര ആവില്ലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ആദ്യം സ്റ്റാച്യൂവിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ 15 മിനിറ്റോടെ ഉണ്ട് ലൈറ്റ് ഷോ തുടങ്ങാനായിട്ട്. സമയം ഇപ്പോൾ 6:45 പറയും. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിന്ന് മറ്റേ മേടിയിൽ നിന്ന് ഇറക്കി തുടങ്ങി. ലൈറ്റ് ഷോ സമയത്ത് ആരോടും നിർത്തത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ലൈറ്റ് ഷോ പോകണം. ആരെങ്കിലും നമുക്ക് ലൈറ്റ് ഷോൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ലൈറ്റ് ഷോ കാണാൻ വേണ്ടി എന്തോരം ജനത്തിരക്കെ നോക്കി. ഇതൊരു ഡെയിലി ഉള്ളതാട്ടോ, എല്ലാ ദിവസവും ഉണ്ട്. 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുറകോട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് നോക്കി. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ് അത് കാണാനായിട്ട്. ആ ലൈറ്റ് ഷോയുടെ പ്രൊജക്ടറിന് കണക്ഷൻ കൊടുക്കുന്ന കാഴ്ചകളുണ്ട് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ കൂടി ഇങ്ങനെ എന്താ പറയുക നേരത്തേക്കും തിരക്കൊന്നോളം കൂടി ഇവിടെ. പിന്നെ അത് ലൈറ്റ് ഷോയുടെ ടൈം അടുക്കുന്നതോറും തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. 2 പ്രൊജക്ടറുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തുണ്ട് പ്രൊജക്ടർ. അപ്പോൾ പ്രൊജക്ടറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ലൈറ്റ് ഷോ ആരംഭിക്കുന്നതാണ് കേട്ടോ. ഈ ലൈറ്റ് ഷോയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു സംഭവമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഭംഗി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അടിപൊളി കാഴ്ചകളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കൊന്ന് തുടങ്ങും കേട്ടോ ലൈറ്റ് ഷോ.
of being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with stillness lasted for years on end. Curious onlookers melted away. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have." Show Ardhanari, the ideal man, where one half of him is a woman. The Saptarishis took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs. We are glad to announce that cultural offerings and Adiyogi Devotion will happen in ഭയങ്കര ഭംഗിയായിരുന്നു, അടിപൊളി കാഴ്ചകളായിരുന്നു. നമ്മൾ ലൈറ്റ് ഷോ ഇവിടെ സമാപിച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോവാണ്. നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. നമുക്ക് ആദ്യമൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ബസ്സിൻ്റെ ഭാഗത്തേക്ക് പോകണം. നല്ല തിരക്കുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഭാഗത്തേക്ക് പോകാം. എന്താ പറയുക, എന്തായാലും ഫസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ആദ്യമൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. കാരണം നല്ല തിരക്കുണ്ട്. കാരണം പോയ ഏറ്റവും ഉടനെ ബസ് കിട്ടത്തില്ല. നമുക്ക് കാഞ്ചീപുരം ഭാഗത്തേക്ക് ബസ് ഇറങ്ങി ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ. മാറ്റി ബസ്സുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം കാണുമ്പോഴേക്കും ഓക്കെ ദാൻ ബൈ.